Hello, good morning, guys. So ഇത് സൺഡേ ആണ്. നമുക്ക് എല്ലാവർക്കും ചുമയും ജലദോഷവും സെക്സി വോയിസും ഉണ്ട്. ബട്ട് വെൽക്കം ടു another vlog. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ട് അപ്പാടെ കൂടി ഇരുന്ന് നമ്മ താഴെ പോയിട്ട് വരാം. എന്താ അമ്മേ ഒരു മൂടും ഇല്ല എനിക്ക്. എല്ലാം കൂട്ടി പോവാണോ? ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി ചേട്ടന്റെ വണ്ടി. So we are going back. അവിടെ ഗണപതി ഇപ്പോ. So this is 11th floor. എനിക്ക് ഈ വീട് ഞാൻ മനസ്സിലെപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു വീടായിരിക്കും. സോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജലദോഷമാണല്ലോ. സോ വി വെർ ഡ്രിങ്കിങ് ദിസ് കൺകോക്ഷൻ. അത് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു സോസ് പാനിൽ ഞാൻ വെള്ളം വെക്കുവാണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ടൊരു ഞാനൊരു സോസ് പാൻ നിറയെ ഒരു 1 ലിറ്റർ അല്ല കേട്ടോ, 1 ലിറ്റർ വെള്ളം വെച്ചു. ഇനി ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഇടാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെക്കാൻ പോവാണ്. പെപ്പർ ഒരു 5-10 എണ്ണം. ഒരുപാട് ഇട്ടാൽ ഭയങ്കര എരിയായി പോവേ. 5 ക്ലോവ് ഇട്ടു. നമുക്ക് വേണ്ടത് സിനമൺ ഒരു പട്ടയുടെ ഒരു ചെറിയ കഷ്ണം, ഇത്രയും മതിയാവും. ഇച്ചിരിയും കൂടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് ഒരു ശക്കലം കൂടെ ഇട്ടേ, ഒരു കുഞ്ഞു കഷ്ണം കൂടെ ചുക്കിടാം. ഇത്രയുള്ളൊരു കഷ്ണം ഇട്ടു. സോ ഇപ്പം എൻ്റെ ഇത് തിളയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ഇതിടുവാണേ. ഇനി അതവിടെ കിടന്ന് തിളക്കട്ടെ. ഓക്കെ, നല്ലപോലെ തിളച്ച് ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തിളച്ച് ഇതിന്റെ പകുതി ആവുമ്പോഴാണ് നമ്മൾ ഓഫ് ആക്കേണ്ടത്. പാവം ഞാൻ ഈ ബാൽക്കണി അടിപൊളിയായിട്ട് വൃത്തിയാക്കി എൻ്റെ കണ്ണിന് കുളിർമ കിട്ടുന്ന പോലെ ആക്കിയിട്ടു. അപ്പനും മോനും അങ്ങ് ഇറങ്ങി അവിടെ മുഴുവൻ കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പണി ഈ വീട്ടിൽ ചെയ്യുന്നതല്ല.
എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക അടർന്നു വീണതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അടർന്നു വീണു. ഇനി അത് ഒരു തരത്തിലും ഫെവിക്കോൾ ഒട്ടിക്കാൻ പറ്റത്തില്ല. ഈ തുണികളെ ഞാൻ ഒരാഴ്ച ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതിനെ ഒന്ന് മടക്കണം. ഈ റൂം ആക്ച്വലി ഞാൻ കുറച്ച് ചെറുതായിട്ട് ഒന്ന് ബെറ്റർ ആക്കിയായിരുന്നു. പക്ഷെ ഇപ്പം അത് വളരെ വേസ്റ്റ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഈ ഉടുപ്പ് എത്ര പെട്ടെന്ന് ഉണങ്ങിയ. നല്ല വെയിലാണേ ഇപ്പം. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൂടലായിരുന്നു. പെട്ടെന്ന് വെയിൽ വന്നപ്പം എല്ലാം നല്ല പടപടാ ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് മടക്കൽ യജ്ഞത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മടക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അതിന് അപ്പനെയും മോനെയും ചവിട്ടി പുറത്താക്കണം. ആദ്യമായി തന്നെ വാതിൽ അടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഡോർ ഈസ് ടു ബി ഷട്ട് മാമാസ്. യു ഹേർഡ് മീ റൈറ്റ്. ആദ്യമുള്ള തുണിയെല്ലാം കൂടെ എടുത്തിട്ട് യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ ഇൻ്റർഫിറൻസും ഉണ്ടാവില്ല എന്ന് ഉള്ള ഉറപ്പ് നമ്മൾ വരുത്തണം. എന്നിട്ടാണ് നമ്മൾ മടക്കാനിരിക്കേണ്ടത്. ഓക്കെ. അയ്യോ, ഇനിയും അമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ ജാതി ടോയ്സ് കട്ടിലിൻ്റെ പുറത്തുണ്ടെങ്കിൽ ചന്തിയെ കൊണ്ടുകയറും. അതുകൊണ്ട് ഇത് ഈ മാതിരി സാധനങ്ങൾ എടുത്ത് ആദ്യം മാറ്റി വെക്കുക. ഇത് കട്ടിലുണ്ടോ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇരിക്കാൻ. ഇല്ലെങ്കിൽ കുണ്ടി പോച്ചെന്ന് പറയേണ്ടി വരും. എന്നിട്ട് AC ഓൺ ആക്കണം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. AC ഓൺ ആക്കിയിട്ട് നല്ല സുഖീച്ചങ്ങ് ഇരുന്നിട്ട് വേണം മടക്കാൻ. AC ഓൺ ആക്കാൻ ACയുടെ റിമോട്ട് രാവിലെ തന്നെ സാംകുട്ടനെടുത്ത് എവിടെ ഇട്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഫാൻ ഇടുക. മടക്കൽ എന്ന് പറയുന്ന ഒരു കലയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇത് കൂടുതലും എൻ്റെ ആണ് കേട്ടോ. ടീഷർട്ട് എങ്ങനെയാ മടക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ വീഡിയോ? ABCDEFGH എന്നൊക്കെ എഴുതിയിട്ട് സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. അധികം മാത്തമാറ്റിക്സ് ഇല്ലാതെ. ഇതിപ്പോൾ ടീഷർട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സോ ഇതിങ്ങനെ ഈ ഒരു ഷോൾഡറിൻ്റെ നടുഭാഗത്ത് പിടിക്കുക. എന്നിട്ട് താഴേക്ക് വന്നിട്ട് നടുഭാഗത്ത് പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ, എന്നിട്ട് 1 more. പെർഫെക്റ്റ്. സോ ദിസ് ഈസ് ഹൗ ഐ ഫോൾഡ് മൈ ടീഷർട്ട്. ഒരു പാൻറ്. സാമുവിൻ്റെ ക്ലോത്ത്സ് ഞാൻ റോൾ ചെയ്യുവാണ്. റോൾ ചെയ്തിട്ട് ഒരു ചെറിയ ഓർഗനൈസറിൻ്റെ അകത്ത് bra and these are all going to one side and Christyയുടെ സോക്സ് ഞാൻ കെട്ടിയിടുക ചെയ്യുന്നത്. വേറെ പല രീതിയിൽ ചെയ്യാൻ പറ്റും സോക്സ്, പക്ഷെ ക്രിസ്റ്റിക്ക് ഇഷ്ടം അത് പ്രാകൃത രീതിയിൽ കെട്ടുന്നതാണ്. ഈ കൺകോക്ഷൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ലഞ്ചിന് ബിരിയാണിയാണ്. ഇതൊന്ന് ആവി കയറ്റുവാണ്. എന്താടാ, എത്ര ചോറുണ്ണും ബാബാ? ഞാൻ 3 ഇടണോ? 3 ഇട്ടേ. 3 സ്പൂൺ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ സാമ്പാർ ഒഴിച്ചത് കേട്ടോ സാമുവിൻ്റെ ചോറിൽ. ഇത് വൈറ്റ് റൈസാ, പൊന്നിയുടെ അരി, പൊന്നി അരി. തൈര് ഒഴിക്കാം.
സാമക്കുട്ടൻ ഉറങ്ങി കേട്ടോ. ക്വിക്കായിട്ട് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോറി. സോ വിഷൻ ബോർഡിലേക്ക് വരുവാണെങ്കിൽ, വിഷൻ ബോർഡ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു വിഷൻ ബോർഡ് ചെയ്യണം എന്ന് ഞാൻ പറയുവാണ്. ഹൗ ഡു ഐ സേ ഇറ്റ്? എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണ് വളരെ കുറച്ച് വാക്കുകളിൽ ഇത് പറഞ്ഞു തരേണ്ടതെന്ന്. ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴാണ് ഈ കഴിഞ്ഞ വർഷം ഈ വർഷം ഒത്തിരി പേര് യൂട്യൂബിലൊക്കെ ചെയ്യുന്നത് കണ്ടു. ഞാൻ കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വിഷൻ ബോർഡ് ചെയ്തത് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ നേവി ചിൽഡ്രൻസ് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം പല ഡിഫൻസ് സ്കൂൾസിന്റെ പ്രിൻസിപ്പൽമാർ നമുക്കൊരു ക്ലാസ് എടുത്തു. അപ്പൊ അതിനകത്ത് ഒരു മാമാണ് ഈ വിഷൻ ബോർഡ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു ടീച്ചർ എനിക്ക് എന്തിലേക്കാണ് അച്ചീവ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഒരു വിഷൻ ബോർഡിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി പോയി പ്രിന്റ് എടുത്ത് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്ത് അത് ഒരാഴ്ചക്കുള്ളിൽ വരികയും ഞാനത് ഫിക്സ് ചെയ്യുകയും എനിക്കൊരു വിഷൻ ബോർഡ് ടീച്ചർ എന്ന രീതിയിലും എൻ്റെ വ്യക്തിപരമായ നന്മ എന്ന രീതിയിലും, നന്മയ്ക്കും ക്രിസ്റ്റീനയ്ക്കും എല്ലാവർക്കും ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയായിരുന്നു. സോ അപ്പം ക്രിസ്റ്റി വാസ് ഓൾസോ ലൈക്ക്, ഓക്കെ ദിസ് ഇസ് ഗുഡ്, ഐ വിൽ ഓൾസോ പുട്ട് മൈ തിങ്സ്. അപ്പൊ ക്രിസ്റ്റിയുടെ സംഭവങ്ങളും അതിൻ്റെ അകത്ത് ഇട്ടു. അങ്ങനെ നമ്മൾ അതിനുശേഷം നമ്മുടെ ലൈഫിലെ തന്നെ ഒരു പ്രാക്ടീസ് ആയി. എപ്പോൾ നമ്മൾ വീട് ഷിഫ്റ്റ്, നമ്മൾ 1-2 വർഷത്തിൽ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ ഓരോ തവണ നമ്മൾ പാക്കപ്പ് ചെയ്യാൻ നേരം, എല്ലാത്തിങ്ങും പാക്കപ്പ് ചെയ്യാൻ നേരം നമ്മൾ ആ വിഷൻ ബോർഡിലുള്ള സാധനങ്ങളെല്ലാം കളയും, ആ കാർഡ്സ് എല്ലാം നമ്മൾ കളയും. So that will make a new one in the next whichever city we are in. പുതിയ vision board, പുതിയ vision, പുതിയ city. there are so many things that we put in the vision board. എല്ലാം നടക്കൂന്നല്ല കേട്ടോ, പക്ഷെ പല പല കാര്യങ്ങളും നടന്നു. അത് മാജിക് ആണെന്നല്ല പറയുന്നത്. അത് എന്ത് തരം ആൽക്കിമി ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊരു പ്രോസസ്സാണ്. ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ആദ്യം ഞാൻ ഫോണിൽ എൻ്റെ ഗൂഗിൾ കീപ്പിൽ എനിക്ക് എൻ്റെ വിഷൻ എല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് അതിനകത്ത് വെക്കുന്നു. അതൊരു 2 ആഴ്ച എടുക്കും ഞാനൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ. ഞാൻ ഇങ്ങനെയാണ്, ദിസ് ഇസ് ഹൗ ഐ ഗോ അബൌട്ട് ഇറ്റ്. ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് വിത്ത് മീ ഫോർ ജസ്റ്റ് വൺ സിറ്റിംഗ്. ഞാൻ കുറേ വട്ടം ഇരിക്കും ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ഒരാഴ്ച ഇങ്ങനെ ആലോചിച്ച് പല പല കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഇടുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ വിഷൻ എല്ലാം ഞാൻ ഇങ്ങനെ ഇടുന്നു. പിന്നെ ഐ സിറ്റ് ലൈക്ക് ടുഡേ ഐ എം സിറ്റിംഗ്. ഞാൻ ഗൂഗിൾ കീപ്പ് ഓപ്പൺ ചെയ്ത് എൻ്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് വിഷൻ ബോർഡിലേക്കുള്ള എല്ലാ വിഷൻ, ബേസിക്കലി ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നും എഴുതിയിടുകയല്ല ചെയ്യുന്നത്. അതേസമയം നമ്മൾ ചിത്രങ്ങളാണ് ഇടുന്നത്. ഇപ്പൊ എനിക്ക് ഗാർഡനിങ് ചെയ്യണം, അപ്പൊ ഞാനൊരു എന്തെങ്കിലും ക്ലിപ്പാർട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ജനറലി ഐ ഡു ഇറ്റ് ഓൺ ക്യാൻവ ഓർ ഐ ടേക്ക് എ പിക്ചർ ഫ്രം ഗൂഗിൾ സ്ട്രീറ്റ്. നല്ല ഹൈ ക്വാളിറ്റി HD ഹൈ ഡെഫിനിഷൻ അങ്ങനത്തെ ഒരു ക്ലിപ്പാർട്ട് ഡൗൺലോഡ് ചെയ്യും. സോ അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ടൊരു ലൈറ്റ് തരും. മനുഷ്യന്മാര് ഭയങ്കര ഫൊർഗെറ്റ്ഫുള്ളാ. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നെ ആരും എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഭയങ്കര ബിസിയാ. സോ ദിസ് നോ വൺ ടു റിമൈൻഡ് മീ, ഓക്കെ നിനക്ക് ഇതും ചെയ്യാൻ പറ്റും, നിനക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു, അത് നീ ഒന്ന് പൊടി തട്ടി എടുത്താൽ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നീ ഇത് ചെയ്യണം, നീ ഇപ്പൊ അമ്മയാണ്, നീ കൊച്ചിനെ നോക്കുക, പക്ഷെ നീ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാനെന്ന വ്യക്തി പല കാര്യങ്ങളും ഉണ്ടായിരുന്നതും ഉള്ളതുമായ ഒരു വ്യക്തിയാണ്. ഐ എം നോട്ട് ജസ്റ്റ് എ മദർ. ഐ ഹാവ് സോ മെനി അതർ തിങ്സ്, സോ മെനി അതർ റെലംസ് വേർ ഐ എം വെരി സ്മാർട്ട് അറ്റ്. സോ അതെല്ലാം ഞാൻ മറക്കാതിരിക്കാനും എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനും എന്നിൽ ആ ഫയർ ഇങ്ങനെ ഇൻസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കാനും ദിസ് വിഷൻ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ വോണ്ട് ടു അച്ചീവ് വിൽ ഹെൽപ്പ് മീ. സോ ദിസ് വിൽ ഓൾവേസ് എല്ലാ ദിവസവും ഉള്ളൊരു മോട്ടിവേഷനാണ് ഈ വിഷൻ ബോർഡ്. So you get to see this whenever I wake up. I place my vision board in a way that I can see it in my bedroom in front of my cot. ഞാൻ എഴുന്നേൽക്കുന്നു, I see everything shining, everything put up perfectly, aesthetically on the wall. So that's such a delightful vision to just look at. So അങ്ങനെ നമ്മളത് അട്രാക്ട് ചെയ്യും. ഈ അട്രാക്ട് ചെയ്യുന്നതും നമ്മുടെ ഷിയർ കോൺഫിഡൻസ്, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ,
പക്ഷെ എല്ലാം വരണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ഓർത്തിരിക്കണം. സോ നമ്മളിത് എന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കും തലയിൽ. ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഞാനൊരു മിടുക്കിയാണ്. അപ്പൊ ഞാൻ എൻ്റെ അകത്ത് ഇങ്ങനെ റെസ്റ്റ് ഒക്കെ ഇടും. റെസ്റ്റ് എടുക്കൂ, യു ഷുഡ് റെസ്റ്റ്, വെൽനെസ്, വർക്ക്ഔട്ട്. സോ ഞാൻ എന്ന വ്യക്തിയാണ് എനിക്ക് ആ വിഷൻ ബോർഡിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ് ദാറ്റ് യു ഗെറ്റ് സോ ലൈറ്റഡ് ഇൻസൈഡ് ഔട്ട്. സോ വിഷൻ ബോർഡ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും വിഷൻ ബോർഡ് ട്രൈ ചെയ്ത് നോക്കും. ഒരു വട്ടം ചെയ്ത് നോക്കാൻ യു വിൽ നെവർ സ്കിപ്പ് ഇറ്റ്. പിന്നെ ഇത് ന്യൂ ഇയറിന് ചെയ്യണം, ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഓരോ വീട് മാറി പോകുമ്പോൾ വി ഡു ന്യൂ വിഷൻ ബോർഡ്സ്, വിൽ റീഇൻവെന്റ് അവർ സെൽസ്. ഒരു ശരിക്കും ഇത് ചെയ്യുന്ന ആ പ്രോസസ് ഇസ് വെരി നൈസ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ്ലി. എവ്രി വൺ വിൽ ഹാവ് ദെയർ ഓൺ പ്രോസസ്. ബട്ട് ഇൻഫാക്ട് എൻ്റെ പ്രോസസ്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്യാദർ ചെയ്യാൻ. ഞാനിങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിപ്പോയി ആഫ്റ്റർ സാം. ഐ എം ജസ്റ്റ് ഹിയർ ആൻഡ് ദെയർ, ബിറ്റ്സ് ആൻഡ് പീസസ്. സോ അതൊന്ന് റീഅലൈൻ ചെയ്യാൻ ഇത്തവണ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ ഐ കുഡ് ക്ലിയർലി see the fire in, the things that I am putting into the vision board is way up there. എനിക്ക്, but I have no doubt ഞാൻ അത് അച്ചീവ് ചെയ്യത്തില്ല എന്നൊന്നുമില്ല. ഞാൻ അത് അച്ചീവ് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് കഴിഞ്ഞ തവണ ഞാൻ വിഷൻ ബോർഡിൽ ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് തോന്നില്ല. പക്ഷെ ഇത്തവണ ഐ എം വെരി കോൺഫിഡൻറ്റ്. ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ ഐ നോ ഐ വിൽ ഗെറ്റ് ദെയർ ആൻഡ് ഐ എം സോ ത്രിൽഡ് ടു ഗെറ്റ് ദെയർ. പിന്നെ ഇപ്പൊ ആരെങ്കിലും ഇപ്പം കൊച്ചൊക്കെ ആയിട്ട് 2 മാസം 3 മാസം 4 മാസത്തിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഗിവ് ഇറ്റ് ടൈം. നിങ്ങൾ ഹീലാവും ആൻഡ് യു വിൽ ബൗൺസ് ബാക്ക്. അതൊരു സമയമാണ് കേട്ടോ. നമ്മുടെ ലൈഫിലെ ഒരു വയസ്സൊക്കെ ആവുന്ന വരെ ഒരു കുഞ്ഞിന്റെ കൂടെ നമ്മൾ ചെലവഴിക്കുന്നത് ഒരു ടൈമാണ്. പക്ഷെ എല്ലാം മാറും. നമ്മൾ പഴയ അതിലേക്ക് തന്നെ പോകും കേട്ടോ. ദർ ഇസ് നത്തിങ് ലൈക്ക് ഓക്കെ ഇനി നമ്മുടെ ലൈഫ് ഇങ്ങനെയല്ല, എല്ലാം ശരിയാവും. ഇതൊക്കെ ഒരു മെല്ലെ എടുത്താൽ മതി. ടേക്ക് ഇറ്റ് സ്ലോ. ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ടു സിങ്ക് ഇൻ ആൻഡ് എവറിഥിങ് ഈസ് ഗോയിങ് ടു മേക്ക് സെൻസ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇതിങ്ങനെയൊക്കെയാണ്. ഒന്നിൻ്റെ അവസാനമല്ല. എൻജോയ് യുവർ ലൈഫ്, എൻജോയ് വെറെവർ യു ആർ ഇൻ, ബട്ട് ട്രൈ ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. എവ്രിബഡി ക്യാൻ ഗെറ്റ് ദെയർ. യു ഗോട്ട് ദിസ്. സോ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നത് ഗേൾ ഗാർഡനിങ് ക്ലിപ്പ് ആർട്ട് HD. ഗേൾ എന്നിട്ടപ്പോൾ കുഞ്ഞി പെണ്ണാണ് വരുന്നത്. ഞാനൊരു തള്ളച്ചിയാണല്ലോ, തള്ള വൈബ് ആയതുകൊണ്ട് നമുക്ക് ലേഡി ഇടാം. ഗാർഡനിങ് ക്ലിപ്പ് ആർട്ട് HD. And you'll get ഇതിൻ്റെ അകത്ത് എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് ഞാനതങ്ങ് എടുക്കാം. ഐ ലൈക്ക് ദിസ് വൺ. എനിക്ക് ഈ വർഷം ഗാർഡനിങ് ഒക്കെ ചെയ്യണമെന്ന് നല്ല താല്പര്യമുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ കോപ്പി ഇമേജ് ചെയ്ത് ഐ വിൽ ഗോ ടു ദ റൈറ്റ്. ഇനി ഞാൻ ഇതിനകത്ത് എല്ലാം എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് അതെല്ലാം ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻ്റ് ആണ്. സോ ഐ വിൽ ജസ്റ്റ് പേസ്റ്റ് ഇറ്റ് ഓൺ ദിസ് ഡോക്യുമെന്റ്. എന്നിട്ട് ഞാനിത് പ്രിന്റ് എടുക്കും. അത്രയേ ഉള്ളൂ. ആമക്കുട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇത് പ്രിന്റ് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കയ്യിലിടില്ല കണ്ണ, കാലിലിടും പോലെ ഇത്. അതിന് വേറെ എന്തെങ്കിലും പോകുമ്പോ ഐക്യം വേണോ നിനക്ക്? എന്നാ ഇട് പാൻറ് വേണം, ഐക്യം വേണം അല്ലേ അപ്പാ? ഇങ്ങോട്ട് വാ, അമ്മയുടെ അടുത്തോട്ട് വാ. നിന്നോട് ആരാണ് ഇത്ര വലുതാവാൻ? ഇത് കെട്ടിത്തരാം അമ്മ, ഡോസ്ട്രിങ് അമ്മ കെട്ടിത്തരാം. അതെന്താ ഉള്ളതല്ല കെട്ടിയാണോടാ? എന്റെ പൊന്നു, എന്തൊരു ബുദ്ധിമുട്ടാ ഒരു കൊച്ചിനെ കൊണ്ടൊന്ന് റെഡി ആയിട്ടൊന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ. അപ്പൊ കുട്ടികളില്ലാത്ത അമ്മമാരാരെങ്കിലും, കുട്ടികളില്ലാതെ അമ്മയാവാൻ പറ്റൂല്ലോ. കുട്ടികൾ ആവാൻ പോകാനുള്ള അമ്മമാരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുട്ടി ഇല്ലാത്ത സമയം, ദ ചൈൽഡ് ലെസ് ടൈംസ് നിങ്ങൾ എൻജോയ് ചെയ്യണം.
നല്ല വിലയുള്ള സാധനം. ഷുട്ടു ഈ ഭർത്താക്കന്മാരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കുക കേട്ടോ. സ്വന്തമായി കുളിച്ച് സ്വന്തമായി ഡ്രസ്സ് മാറി വേറെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ബാക്കിയുള്ള പാവം തള്ളമാര് കൊച്ചിനെയും റെഡിയാക്കണം, സ്വന്തമായും റെഡിയാവണം, ഇതെല്ലാം ചെയ്തിട്ട് എന്നിട്ടും കുറ്റം ലിഫ്റ്റ് ഞെക്കാൻ മറന്നു. പ്ലീസ് തോടാസാ അടിച്ചതാടാ പ്ലീസ് ഇച്ചിരി കിച്ചി കിച്ചി അടിക്കടാ നീ. ഇച്ചിരി അടിച്ചതാടാ. അപ്പായ്ക്ക് വേണ്ട, അപ്പായ്ക്ക് വേണ്ട, അമ്മയ്ക്ക് മാത്രം. ആക്ച്വലി ഞാൻ ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ച ആകെ ഒരു കാര്യം എന്താണെന്നോ, വിഷൻ ബോർഡ്. ഈ വീക്കെൻഡ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം വിഷൻ ബോർഡാണ്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇത്രയും ലേറ്റ് ആയിട്ടാണ് നമ്മൾ വെളിയിൽ പോകുന്നത്. എന്താ കണ്ണാ അമ്മ അമ്മയ്ക്ക് വിശാല എന്നാ ഇതിന്റെ പേര്. ഒട്ടും വിശാലം അല്ലെങ്കിലും പേര് വിശാല എന്നാണ്. സത്യം പറയാലോ, ഐ എം ടു ഹാപ്പി. മോറിൽ വന്നു ഞങ്ങള് കുറച്ച് ടിക്കിലി ഡാക്കിലി സാധനം മേടിക്കാൻ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഡിമാർട്ടിൽ കയറാനുള്ള മാനസിക തയ്യാറെടുപ്പ്. ഡിമാർട്ടിൽ പോണെങ്കിൽ പോകാനുള്ള മാനസിക തയ്യാറെടുപ്പ് നമ്മൾ ഫ്രൈഡേ തന്നെ തുടങ്ങണം. തുടങ്ങാതിരുന്നതുകൊണ്ട് നമ്മൾ മോറിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തിനാ മുന്നേ ഇത് കൈ പിടിച്ചിരിക്കുന്നേ? ഇത് എന്താ ഇത്? ചക്കയോ? ഇത് എന്താ ഇത്? ചക്കയാണോ? ചക്ക. ഓക്കെ ഓക്കെ, ചക്കയാണേ. ആരുടെ മാമയാ കണ്ണാത്? അമ്മാമ്മയുടെ ആണോ? ആ, അമ്മമ്മയുടെ മാമ. ആ, അമ്മാമ്മയുടെ മാമ എങ്ങനെ ഇവിടെ വന്നത് കണ്ണാ? അമ്മാമ്മയുടെ അടുത്ത് വിളിച്ച് നമുക്ക് പറഞ്ഞാലോ? അമ്മാമ്മയുടെ മാമ ഇവിടെ എങ്ങനെയാ വന്ന? അമ്മാമ്മേനെ വിളിച്ച് ചോദിക്കാം നമുക്ക്. അമ്മാമ്മേനെ രണ്ടുപേരും ഒരേ ഫ്രെയിമിലുണ്ട്. ഇതെന്തായാലും വന്നിരിക്കും. ചിരിച്ചോണ്ടിരിക്കടാ, ചിരിച്ചോണ്ടിരിക്ക. ഇവനൊക്കെ ഏതാടാ? ഇവനെ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഒരു ഫ്രൂട്ട്സിന്റെ ഒരു സ്ഥലത്ത് വന്നതാണ്. സോ വളയ്ക്ക് സൈസ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്റെ സൈസാണ് 2-4. സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ്. പിന്നെ സർപ്രൈസ് എങ്ങനെയുണ്ടടാ അമ്മയുടെ വള? ഞങ്ങള് ഫുഡ് കഴിക്കാൻ ക്വാളിറ്റി അല്ല, രാമചന്ദ്ര എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ വന്നതാണ്. പ്ലേറ്റ് വെക്കാനുള്ള അവിടെ വെക്കാം. അമ്മക്ക് പ്ലേറ്റ് തന്നില്ലടാ. ആന്റീനെ വിളിക്കും, ദിദിനെ വിളിക്കും. ദിദി 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 അമ്മക്ക് പ്ലേറ്റ് കിട്ടിയില്ല പറ. നമ്മള് പറഞ്ഞ തന്തൂരി റോട്ടി മീൻകറിക്ക് ഇന്ത്യൻ സ്റ്റൈലാണ്. നോക്കട്ടെ എന്താ വരുന്നതെന്ന്. ഈറ്റർ സ്റ്റോപ്പിൽ പോയിട്ട് ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടിരിക്കുക. തന്തൂരി റോട്ടി ഫിഷ് കറിയും വന്നിട്ടുണ്ട്. സാംകുട്ട 1 ബൈറ്റ് എടുത്തേ.
ഉപ്പ് കുറവാണോ? പൊന്നെ ഞാൻ എന്റെ പ്രിന്റ് എടുക്കാൻ മറന്നുപോയി, വിഷൻ ബോർഡിന്റെ. ഇത് ഞാൻ ആക്ച്വലി മേടിച്ചത് വെറുതെ അല്ല കേട്ടോ. എനിക്ക് ഞാൻ ഓണത്തിന് വല്ലതും ഇനി അഥവാ ഓണത്തിന് ചിലപ്പം സാരി ഉടുക്കുവോ ഫോട്ടോ വല്ലതും എടുക്കാനോ ആരെങ്കിലും വിളിക്കുകയോ ഒക്കെ ചെയ്താൽ വളയൊക്കെ എഴുതേണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വള മേടിക്കാം, അതുകൊണ്ട് മേടിച്ചോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് പാർക്കിംഗ് സ്ഥലത്ത് ഒറ്റയ്ക്ക് വരാൻ പേടിയാ. ഈ ഇപ്പം അത് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി. ഇന്നലെ രാത്രിയില് ഞാൻ വിഷൻ ബോർഡൊക്കെ ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ ഇവനെ ഉറക്കാൻ വേണ്ടി കിടന്നതാണ്. ഞാൻ വളരെയധികം ടയർഡായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എനിക്ക് ഒരു വിഷൻ ബോർഡും കൂടെ സെറ്റാക്കാനുള്ള എനർജി, എൻ്റെ മനസ്സങ്ങ്, ഞാൻ ഫിസിക്കലി റെഡി ആണെങ്കിലും മെന്റലി ഐ നീഡഡ് റെസ്റ്റ്. സോ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ എനിക്ക് എപ്പോഴും ബോധമൊക്കെ തെളിഞ്ഞു, ഒരു 12:30 ആയപ്പം. പക്ഷെ സ്റ്റിൽ ഞാൻ എഴുന്നേക്കാൻ അങ്ങ് എനിക്ക് പറ്റുന്നില്ലാതെ എൻ്റെ കണ്ണിന്റെ മുകളിൽ എന്തോ കല്ല് വെച്ച പോലെ ഞാൻ ഉറങ്ങി. എന്തായാലും ഞാൻ വിഷൻ ബോർഡ് ചെയ്യാൻ പോവാ. അപ്പൊ ഞാൻ രാവിലെ ഇന്ന് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്തത് വിഷൻ ബോർഡിന്റെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ എനിക്ക് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ചെയ്യും, ഇന്നലെ ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എടാ ഇതൊരു നല്ല ഐഡിയ ആയിരുന്നു. ഈ പൂ ഇങ്ങനെ ചെറിയ പൂ എടുക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. കുഞ്ഞു പൂ വെക്കുമ്പോ എടാ ഒന്ന് വാടാ. നോക്ക് അമ്മ എന്താ ഉണ്ടാക്കിയ. ഇതെന്തൊക്കെയാടാ ഇത്? എന്താ ഇത്? അമ്മ അപ്പ വാവയുണ്ടോ ഇതിനകത്ത്? എന്താ ഉള്ളത് ഇതിനകത്ത്? സോ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് റെഡിയാക്കി. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഒവേഷൻ. സോ നിങ്ങളും ചെയ്ത് നോക്ക്. ഒരു ഗുഡ് ഫീലിംഗ് ആയി, എസ്പെഷ്യലി ഇഫ് യുവർ മദേഴ്സ്. എല്ലാവരും ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇഫ് മമാസ് ആർ വാച്ചിങ് ദിസ് ആൻഡ് ഇഫ് ഹസ്ബൻഡ്സ് ആർ വാച്ചിങ് ദിസ്, പ്ലീസ് ടെൽ മമാസ് ടു മേക്ക് ഇറ്റ് സോ ദാറ്റ് അവർക്കൊരു realignment that you need in your life to go ahead. So I love you all. വീണ്ടും കാണും വരേക്കും ബൈ.